നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീരയെ പോയി കണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പൊ സച്ചി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സച്ചി ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? മീരയെ കണ്ടിട്ട് മീര എന്തെന്ന് പറഞ്ഞു. ഉം, ഈ പറയുന്ന ശ്രുതിയുടെ അച്ഛനുമായിട്ട് മീരയ്ക്ക് പരിചയമുണ്ടോന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഇല്ല സച്ചിയേട്ടാന്ന് പറഞ്ഞു. ഇല്ലേ? എനിക്ക് ആ സംസാരം കേട്ടിട്ട് അങ്ങനെ അടുപ്പമുള്ളതായിട്ട് തോന്നില്ല. കഴിഞ്ഞ തവണ എന്നോട് മീര കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിയെക്കുറിച്ച്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാ ഇത്തവണ പറഞ്ഞെന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, കഴിഞ്ഞ തവണ പറഞ്ഞത് ശ്രുതി മീരയൊക്കെ ചെറുപ്പകാലത്തെ കൂട്ടുകാരൊക്കെയാന്നാ പറഞ്ഞേ. അവരിടയ്ക്ക് ടൂറ് പോകാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. നേരെ തിരിച്ചാ പറഞ്ഞെന്ന് പറഞ്ഞു. തിരിച്ചോ? അതേന്നേ, ഒത്തിരി കാലങ്ങളൊന്നും ആയിട്ടില്ല അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ട്. അങ്ങനെയൊക്കെ കുറച്ച് കഥകളൊക്കെയാ പറഞ്ഞത്. പിന്നെ മീരയുടെ അച്ഛൻ നേരത്തെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ മലേഷ്യയിലായിരുന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പറയുന്നു പാലക്കാടാന്ന്. ഒന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല. പൗഡർ ഏട്ടത്തി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മളിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ദേവത പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് സച്ചിയേട്ട അങ്ങനെയൊക്കെ. എന്താണെങ്കിലും ശരി, നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. സച്ചി പറഞ്ഞു, അതെ, കുറെ കാലമായി വീട്ടിലുള്ള എല്ലാരോടും പറയുന്നുണ്ട് എന്റെ അച്ഛൻ മലേഷ്യയിലാന്ന്. പക്ഷെ ഇന്ന് വരെ മലേഷ്യക്കാരനായ അച്ഛനെ ആരും കണ്ടിട്ടില്ല. ഇടയ്ക്കോ ഒരു നാടകം ഇറക്കിയായിരുന്നു എന്റെ അച്ഛൻ ജയിലിലാന്ന്. ഇപ്പോഴും അത് തന്നെയാ പറയുന്നേ. അങ്ങനെയാണ് പിന്നെ അമ്മയാണെങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കത്തില്ലോ. രേവതി പറഞ്ഞു, എനിക്ക് സംശയമുണ്ട് ഇനിയിപ്പൊ ജയിലിലാന്നൊക്കെ പറയുന്നത് വെറുതെ ആണോന്ന്. സച്ചി പറഞ്ഞു, കുറെ കാലമായില്ലേ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പൊളിച്ചടുക്കണം രേവതി. നീ എന്റെ കൂടെ നിക്കില്ലേന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യാ സച്ചേട്ടാ? സച്ചേന്റെ കൂടെ അല്ല ഞാൻ പിന്നെ ആരോടൊപ്പം നിക്കണേന്ന് ചോദിച്ചു. നമുക്ക് കള്ളത്തരം പുറത്തു കൊണ്ടുവരാന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി ഷോപ്പിലായിരുന്നു. ഷോപ്പിൽ അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. അപ്പോഴാണ് മീരയുടെ കോള് വരുന്നേ. മീര വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇതെവിടെയാ? ഞാൻ ഷോപ്പിലാന്ന് പറഞ്ഞു. നീ ഷോപ്പിലിരുന്നു. മിക്കവാറും ഞാൻ ഈ വീട് വിട്ട് പോകേണ്ട വരുമെന്നാ തോന്നിയെന്ന് പറഞ്ഞു. ആന്ധ്രയുടെ നീ വീട് വിട്ടു പോന്നേ? എന്തിനാന്നോ? രേവതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. രേവതിയോ? അവളെന്തിനാ അങ്ങോട്ടേക്ക് വന്നേ? അത് പിന്നെ വേറൊന്നിനും അല്ല, നിന്നെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട്. എന്നെ കുറിച്ചോ? അതെന്തിനാ എന്നെ കുറിച്ച് ചോദിക്കുന്നേ? അതിനിപ്പം അവൾ അങ്ങനെയൊക്കെ വന്ന് എന്നെ കുറിച്ച് തിരക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. നിന്നെ കുറിച്ച് വെറുതെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല ചോദിച്ചത്. നീയും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി? നിന്റെ അച്ഛനെ അറിയാവോ? എന്റെ അച്ഛനും നിന്റെ അച്ഛനും കൂട്ടുകാരാണോ എന്നൊക്കെ നൂറ് ചോദ്യങ്ങൾ. എന്നിട്ടോ നീ എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാനായിട്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു. രേവതിക്ക് സംശയമായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെന്തൊക്കെയോ കാര്യങ്ങളാ പറഞ്ഞേ. അതൊക്കെ ഈ തവണ ഞാൻ ഓർത്തു വെക്കുവോ? രേവതി ആണെങ്കിൽ 2-3 സംശയത്തോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചു. ഓ, നീ സത്യത്തിൽ കൊളവാക്കിയോ എന്റെ മീരേന്ന് ചോദിച്ചു. കൊളവൊന്നും ആക്കിയിട്ടില്ല, വലിയ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നേ. രേവതി പോയെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, അവളിത് എന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? അവള് കാരണം മനുഷ്യന്റെ ഉള്ള സമാധാനം പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. മനസ്സമാധാനം കളയാനായിട്ട് ഓരോന്നൊക്കെ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. മീര പറഞ്ഞു, നീ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. രേവതി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവള് സത്യാവസ്ഥ മുഴുവൻ കണ്ടെത്തും. ഇപ്പൊ എന്താ ഇങ്ങനെ ചോദിച്ചതിന്റെ അർത്ഥം മാത്രം എനിക്ക് മനസ്സിലാത്തേന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, നീ ഒന്ന് ഫോൺ വെച്ചേ, മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനം കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു. ശ്രുതി ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ മീരയെ വിളിച്ചെന്ന് പറഞ്ഞു. മീരയോ? എന്തിനാ വിളിച്ചേ? അത് രേവതി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. രേവതിയോ? അവളെന്തിനാ അങ്ങോട്ട് പോകണ്ടേ? എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, അത് എന്റെ മലേഷ്യ എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആ കാര്യം ഓർത്തെ. എന്താ മലേഷ്യക്കാരി? എന്താ? അല്ല, മലേഷ്യക്കാരിയല്ല. നമ്മൾ 30 ലക്ഷം രൂപ വിശ്വനാഥന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനും അങ്ങനെ കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുവോ, അച്ഛന് കൊടുക്കുവോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതെന്തിനാ അവള് തിരക്കുന്നേ? അതിന്റെ ആവശ്യമുണ്ടോ? അതിന് അവളുടെ പണമൊന്നുമല്ലോ, എന്റെ അച്ഛന്റെ പണമല്ലേ എന്നൊക്കെ ശ്രുതി പറഞ്ഞു, അതാ ശ്രുതി ഞാൻ പറഞ്ഞത്. രേവതിക്ക് നമ്മുടെ കാര്യത്തിൽ ഇത്ര വലിയ ചൂടിന്റെ കാര്യമുണ്ടോ? നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന രേവതി ചിന്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് തുടക്കത്തിൽ അത് നിർത്തിയില്ലെങ്കിലേ നമുക്ക് പണിയാവുമെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അല്ലെങ്കിലും അവൾക്ക് ഇത്തിരി ഇത് കൂടുന്നുണ്ട്. നമ്മളെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ല. അല്ല, പൈസ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കും. ഇതിന് മാത്രം ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുന്നുണ്ട് രേവതിയെ. ശ്രുതിയൊക്കെ, ശ്രുതിക്ക് അറിയത്തില്ലോ അതിന് സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താന്ന്.
പക്ഷെ ശ്രുതിയുടെ നെഞ്ച് പടഞ്ഞുകൊണ്ടിരിക്കുക. അവരൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിന്റെ അവസാനം കാണും. അങ്ങനെയാണ് തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോകുന്നൊരു പേടി കാരണം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഷോപ്പിൽ നിന്നാലും ശ്രുതിക്ക് കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അവരൊക്കെ വീട്ടിലേക്ക് വന്നു. സച്ചി വീട്ടിലേക്ക് ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൂടെ വിളിക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചെന്നിട്ട് ചോദിച്ചു, എന്താടെ കാര്യം, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അച്ഛാ, അച്ഛൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. ചന്ദ്രമതിയും കൂടെ വന്നു. ചന്ദ്രമതിയെയും പിടിച്ച് അവിടെ ഇരുത്തി. കാര്യം എന്താന്ന് രവീന്ദ്രൻ ചോദിച്ചു. കാര്യമോ അച്ഛാ, ഈ ഫോമിലൊന്ന് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്ത് ഫോമാടാ അത്? അതൊരു ഫോമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അച്ഛാ വെറുതെ എന്തായാലെന്നൊന്നും അറിയില്ലാതെ സൈൻ ചെയ്ത് കൊടുത്തേക്കല്ലെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എടാ ഈ വീട് സ്ഥലവും ഞാൻ എഴുതി മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനതൊരു ഫോം കൊടുത്ത പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനുള്ള ഫോമാന്ന് പറഞ്ഞു. പാസ്പോർട്ടിനോ? എന്താടാ നിനക്ക് പാസ്പോർട്ട് ഉണ്ടോന്ന് ചോദിച്ചു. പാസ്പോർട്ട് ഉണ്ട്, അതൊന്ന് റിന്യൂവൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അതെന്തിനാ? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എടാ ഇപ്പൊ എന്തിനാടാ പാസ്പോർട്ട് എടുക്കണേ? അത് ഞാൻ എന്തിനാ സൈൻ ചെയ്ത? എടാ നിനക്കല്ലേ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞേ. അച്ഛാ നമുക്ക് എല്ലാവർക്കും പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അത് കുറച്ചിട്ടുള്ള എടുത്താൽ മതിയല്ലോ. പൗഡർ ഏട്ടത്തേക്കും പാസ്പോർട്ട് കാണും. കാരണം പൗഡർ ഏട്ടത്തി മലേഷ്യയിലല്ലായിരുന്നു എന്ന് ചോദിച്ചു. തലയാട്ടാതിരിക്കാൻ പറ്റുമോ ശ്രുതിക്ക്? പെട്ടുപോയില്ലേ? ശ്രുതി വരാൻ താളിപ്പോടുകൂടി ശ്രുതിയെ ഇങ്ങ് നോക്കി വളരെ ദയനീയമായിട്ട്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അത് ശരിയാ, ശ്രുതിക്കും പാസ്പോർട്ട് കാണും. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എന്റെ മരുമോള് മലേഷ്യ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ, അപ്പൊ പിന്നെ അവൾക്ക് പാസ്പോർട്ട് ഇല്ലാതിരിക്കുവാന്നൊക്കെ ഒരു തള്ളലും കൂടെ അങ്ങ് തള്ളി. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എടാ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അച്ഛാ ഹണിമൂൺ പോകാനെന്ന് പറഞ്ഞു. ഹണിമൂണോ? എന്റെ അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും രേവതി ഒരു സ്ഥലത്ത് ഇതുവരെയായിട്ട് പോയിട്ടല്ലോ, അപ്പൊ ഞങ്ങള് മലേഷ്യക്ക് പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. മലേഷ്യക്കോ? അതേനേ. അപ്പൊ ആ കൂടെ ഒരു ഫാമിലി ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി അച്ഛനും അമ്മ നിങ്ങൾ എല്ലാരും പോരാൻ പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രേവതി ഒരു അന്താളിപ്പോട് കൂടി നോക്കുവാണ്. മലേഷ്യക്കോ? ഇത്ര ഒന്നും താൻ പ്രതീക്ഷിച്ചില്ല. സച്ചിൻ എന്തുദ്ദേശിച്ചാ പറയുന്ന മലേഷ്യക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ? അപ്പോഴേ രവീന്ദ്രൻ ചോദിച്ചു, എടാ നീ എന്താ അറിഞ്ഞിട്ടേ പറയടേ, മലേഷ്യക്ക് പോകണമെങ്കിൽ കുറെ പണം ചിലവാവില്ലേന്ന് ചോദിച്ചു. അച്ഛാ നമുക്ക് ടിക്കറ്റ് പൈസ മാത്രം മതി എന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, പിന്നെ അവിടെ ചെല്ലുമ്പോ എന്ത് ചെയ്യും? അതിനല്ലേ നമ്മുടെ പൗഡർ ഏട്ടത്തി ഉള്ളത്. പൗഡർ ഏട്ടത്തിയുടെ വീട് മലേഷ്യയിലല്ലേ, പൗഡർ ഏട്ടത്തിയുടെ ബന്ധുക്കാരൊക്കെ അവിടെ ഇല്ലെന്ന് ചോദിച്ചു. ശ്രുതിയും മുഖത്തെ രക്തമയം വാർന്നു നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല, വല്ലാത്തൊരവസ്ഥയാ. പെട്ടല്ലോ, ചേർത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥ. ഓടാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, ആഹാ കൊള്ളാലോ മലേഷ്യ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രുതിയുടെ വീട്ടിലും പോകാം അല്ലേന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, അല്ല സച്ചിയേട്ടാ, അതെ നീ ഒന്നും പറയണ്ട, ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു. പിന്നീട് സച്ചി പറഞ്ഞു, നമുക്ക് അവിടെ പോകാമേ, അവിടെ ഏതൊക്കെ സ്ഥലങ്ങളെ കാണണമെങ്കിൽ കാണുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, എടാന്നല്ല സച്ചിയേട്ടാ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അവിടെ ചെന്ന് നമ്മൾ വണ്ടിയൊക്കെ വിളിച്ചോണ്ട് പോയി കഴിയുമ്പോൾ കുറെ പൈസ ആവില്ലെന്ന് ചോദിച്ചു. എന്തിന്? ഒന്നുമല്ലേലും ഞാൻ ഇവിടെ സ്വന്തമായിട്ട് 2 കാർ എനിക്കുണ്ട്. എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ വലിയ ബിസിനസ്സുകാരനോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ വലിയ കോടീശനായ ബിസിനസ്സുകാരന്റെ വീട്ടിൽ ഒരു 10-12 വണ്ടിയെങ്കിലും കാണും ശ്രുതി അടുത്തൊരു വീട്ടില്. അങ്ങനെയാ പിന്നെ നമുക്ക് അതിനകത്തൊരു വണ്ടി എടുത്തോണ്ട് പോയാൽ പോരെ, പിന്നെ നമ്മള് വേറെ റെന്റ് കൊടുത്ത് വണ്ടി മേടിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ എന്ന് ചന്ദ്രമതി പറഞ്ഞു. ശ്രുതിക്ക് എന്തേലും മിണ്ടാൻ പറ്റുമോ? ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ശ്രുതി നിൽക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ശ്രുതിക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഒടുവിലെ ചന്ദ്രമതി പറഞ്ഞു, മോളെ ശ്രുതി, അങ്ങനെയാണെങ്കിലേ ഞങ്ങളും വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല, കുറെ തിരക്കുണ്ടെന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, എനിക്കും തിരക്കുണ്ട്, എനിക്കും വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്ക് പോവണ്ടല്ലോ, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അതിന് നിങ്ങൾ പോയിട്ട് വരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒടുവില് പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണം, അതിനു വേണ്ടി സൈനൊക്കെ മേടിച്ച് സച്ചി അങ്ങോട്ട് പോയി. സച്ചി പോയ പിന്നാലെ തന്നെ രേവതി സച്ചിയുടെ പിന്നാലെ പോയി. എന്നിട്ട് സച്ചിയുടെ കൈയും പിടിച്ചോണ്ട് നേരെ ടെറസിലേക്ക് പോവാണ്. സച്ചിയാണ്, എന്താ മരം മണ്ടരാണെന്ന് ചോദിച്ചു. എന്താ? ഇവിടെ റൂം പണിയാനായിട്ട് കുറച്ച് പൈസ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദൂർത്തടിച്ച് കളയാനുള്ള പുറപ്പാടിലല്ലേ. സച്ചിയാണ്, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്നൊക്കെ ചോദിച്ചു. നീ എന്താ രേവതി പറയണെന്ന് സച്ചി ചോദിച്ചു. എന്റെ സച്ചേട്ടാ, പൈസ വേണ്ടേ മലേഷ്യക്ക് പോണെങ്കിൽ?
എത്ര രൂപയാവും ഓർത്തായിരിക്കുന്നേ. സ്വന്തമായിട്ടൊരു മുറി പണിയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എടി പൊട്ടി, ഇതാ നിനക്ക് വിവരമില്ലെന്ന് പറയണേ. വിവരമില്ലെന്നോ? അതേനേ, ശ്രുതിയുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് നടന്നോ? ഇല്ല. മിക്കവാറും ഈ കുറി വീഴൂന്ന് പറഞ്ഞു. ആര്? ശ്രുതി വീഴും. നമ്മൾ വിരിക്കുന്ന വലയില്. എങ്ങനെ വീഴൂന്നാ പറയണേ? മലേഷ്യയിലെ കള്ളത്തരം നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മൾ മലേഷ്യക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ശ്രുതിയുടെ മുഖത്തെ ആ ഭാവമാറ്റം കണ്ടായിരുന്നോ? ശ്രുതി ഞെട്ടിപ്പോയത് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാനും അത് ശ്രദ്ധിച്ചു. ഒരു പക്ഷേങ്കില് ശ്രുതിക്ക് ഈ പറയുന്ന ബന്ധുക്കാരോ അച്ഛനൊന്നും അവിടെ ഇല്ലെങ്കിൽ ശ്രുതി ഉറപ്പായിട്ടും ആരെ അങ്ങോട്ടേക്ക് വിടത്തില്ല എന്ന് പറഞ്ഞു. വിടത്തില്ലാന്നോ? അതെ, ഇത്തവണത്തോടുകൂടി നമുക്കറിയാം മിക്കവാറും ഈ പോക്ക് മുടക്കാൻ ശ്രുതി ശ്രമിക്കും. ശ്രുതി പറയും ഞാൻ അങ്ങ് വരുന്നില്ല എന്ന് പറയും. വരുന്നില്ല എന്നാ? അതെ, നീ കണ്ടു. ഇത്ര കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ശ്രുതി വന്നിട്ട് പറയും ഞാനും ശ്രുതിയും വരുന്നില്ല എന്ന് പറയും. എന്തേലും കാരണം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ പോക്ക് ചിലപ്പോൾ മുടക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു, അങ്ങനെയൊക്കെ നടക്കുമോ? പിന്നല്ലാതെ, നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ശ്രുതിയുടെ വീട്ടുകാരൊക്കെ വരണമല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കള്ളത്തര പറയുന്നെങ്കിൽ ഈ പറയുന്ന വീട്ടുകാരൊക്കെ കാണുമോ? ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ രേവതി പറഞ്ഞു, സച്ചേട്ടാ അത് മാത്രമല്ല, പിന്നെയോ ഇനിയിപ്പോ ശ്രുതി പോകാന്ന് പറഞ്ഞാലോ? പോകാന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയണേ. അവിടെ ആരെങ്കിലുമൊക്കെ കാണും, അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ? അങ്ങനെയൊന്നും ഇല്ലാതെ ഇത്ര വിശ്വാസത്തോടുകൂടി നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകത്തില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. പോകാന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പിക്കാം. അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര മുടക്കും. ശ്രുതിയും വരത്തുമില്ല. നമ്മുടെ യാത്ര എങ്ങനെയും മുടക്കാനും ശ്രമിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രേവതി ചോദിച്ചു, സച്ചേട്ടൻ അത്രയ്ക്ക് ഉറപ്പുണ്ടോന്ന് ചോദിച്ചു. പിന്നെ ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുവോ? നീ കണ്ടു ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. ഈ യാത്ര മുടക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേനും രവീന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അപ്പൊ അധികം വൈകാതെ തന്നെ നമ്മുടെ പാസ്പോർട്ടൊക്കെ റെഡിയാവും. ഇതുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപേക്ഷയൊക്കെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എങ്കിൽ ശരി നമുക്ക് പോവാന്നൊക്കെ രവീന്ദ്രൻ പറയണം. പക്ഷേങ്കില് ഈ സമയത്ത് ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യാനും പറ്റും? കാരണം ഇനി എങ്ങാനും ഇവരെല്ലാരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പണി പാളൂന്നുള്ള കാര്യം ഉറപ്പായി. അതിനുശേഷം ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവണമെന്ന് ചോദിച്ചു. അതെന്താ? നമ്മൾ പോയിട്ടുണ്ടെ 10-30 ലക്ഷം രൂപ ഇപ്പോൾ ഇവിടെ കടവില്ലേ? അപ്പൊ ആ കടം വീട്ടണ്ടെന്ന് ചോദിച്ചു. നമ്മളിപ്പോ നാട്ടിലേക്ക് പോയിട്ടുണ്ട്, ശരിയാവുന്ന കാര്യമാണോ? അത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അതിനിപ്പോ എന്താ ശ്രുതി? വന്നിട്ടാണെങ്കിലും ഷോപ്പ് തുറക്കാലോ, കാര്യങ്ങളൊക്കെ നടത്താലോ, അല്ലെങ്കിൽ ആരെയും ഏൽപ്പിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം. ശ്രുതി പറഞ്ഞു, അത് ശരിയാ ശ്രുതി, നമുക്കൂടെ പോയിട്ട് വരാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, പോവാതിരുന്ന എങ്ങനെയാ ശരിയാവുന്നേ? ഇത്ര നാളെയല്ലേ ഞങ്ങളാണെങ്കിലും ആരും ഇതുവരായിട്ടും ശ്രുതിയുടെ അച്ഛനെ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കും കാണാനായിട്ട് ആഗ്രഹമില്ലെന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, അത് ശരിയാ, കാണാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ നമുക്കെല്ലാവർക്കും കൂടെ പോകുകയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ദൈവമേ, ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണമെന്ന് കരുതിയതാണ്. പക്ഷെ സച്ചൊന്നും വിടാനായിട്ട് ഭാവം ഉണ്ടായിരുന്നില്ല. മിക്കവാറും ഇതോടുകൂടി തന്റെ കള്ളത്തരെല്ലാം പൊളിയും എന്നുള്ള കാര്യം മനസ്സിലായി. എല്ലാവരും എങ്ങനെയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറ്റിച്ച് ഇത്രയും കാലം മുന്നോട്ട് പോയി. പക്ഷെ ഇനിയൊന്നും നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.